എഴുപുന്ന പഞ്ചായത്തിൽ കായരോടത്ത് സ്ഥിതി ചെയ്യുന്ന ഓടിട്ട വീട് രാത്രി തകർന്നു വീണു. 15-ാം വാർഡിൽ പുതുവൽ നികർത്തിൽ സുകുമാരി രാജന്റെ 30 വർഷം പഴക്കമുള്ള വീടാണ് നിലം പതിച്ചത്. വീട്ടിലുണ്ടായിരുന്ന 6-അംഗ കുടുംബം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് വലിയ ദുരന്തം ഒഴിവാക്കി. 15-ാം വാർഡ് പുതുവൽ നികർത്തിൽ സുകുമാരി രാജന്റെ 30 വർഷം പഴക്കമുള്ള ഓടിട്ട വീടാണ് നിലം പതിച്ചത്. കോൺക്രീറ്റ് തൂണുകളിൽ സ്ഥാപിച്ചിരുന്ന വീടായിരുന്നു ഇത്. വേലിയേറ്റ സമയങ്ങളിൽ രാത്രിയും പകലും പുരയിടത്തിലേക്ക് ഉപ്പുവെള്ളം കയറുന്ന സാഹചര്യം നിലനിന്നിരുന്നു. ഇതുമൂലം കോൺക്രീറ്റ് തൂണുകൾ ദ്രവിച്ചതാണ് വീട് തകർന്നതിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. രാത്രിയിൽ വലിയ ശബ്ദം കേട്ടതോടെ വീട്ടുകാർ കുഞ്ഞുങ്ങളെ അടക്കം എടുത്തു പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെയാണ് വീട് പൂർണ്ണമായി നിലം പതിച്ചതെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. സുകുമാരിയുടെ മകൻ സലിം കുമാർ, ഭാര്യ സനിത, മക്കളായ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനി സരയു, 1-ാം ക്ലാസ് വിദ്യാർത്ഥി സാരംഗ്, 3 വയസ്സുകാരൻ സായി എന്നിവരാണ് വീടിനുള്ളിലുണ്ടായിരുന്നത്. വീട് തകർന്നതോടെ ടെലിവിഷൻ അടക്കമുള്ള ഗൃഹോപകരണങ്ങളും കുട്ടികളുടെ പാഠപുസ്തകങ്ങളും പൂർണ്ണമായി നശിച്ചു. വേലിയേറ്റത്തിൽ വീടിനുള്ളിലേക്ക് വരെ വെള്ളം കയറുന്ന അവസ്ഥയാണുള്ളതെന്നും ലൈഫ് പദ്ധതിയിൽ അപേക്ഷ നൽകിയിട്ടും ഇതുവരെ പരിഗണന ലഭിച്ചിട്ടില്ലെന്നും കുടുംബം പറഞ്ഞു. സംഭവ വിവരമറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഷാജി, പഞ്ചായത്ത് അംഗങ്ങളായ പി അനിൽകുമാർ, ഷാജൻ നീണ്ടകര എന്നിവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, അരൂർ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്